കാലിക്കറ്റ് സർവകലാശാല മലയാളം പ്രൊഫസർ ഇന്റർവ്യൂ റാങ്ക് ലിസ്റ്റ് പുറത്തുവിടാൻ ഹൈക്കോടതി ഉത്തരവ്. 2021 ജനുവരിയിൽ നടന്ന ഇന്റർവ്യൂവിന്റെ റാങ്ക് ലിസ്റ്റ് പുറത്തുവിടാനാണ് 3 വർഷത്തിന് ശേഷം ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ പ്രിയ വർഗീസിന്റെ നിയമനത്തിനെതിരെ കേസ് ഫയൽ ചെയ്ത ഡോക്ടർ ജോസഫ് സ്കറിയയുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. മലയാളം പ്രൊഫസർ റാങ്ക് ലിസ്റ്റിൽ ജോസഫ് സ്കറിയയ്ക്ക് 1ാം റാങ്കാണെന്ന് നേരത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ വൈസ് ചാൻസലർ അറിയിച്ചിരുന്നു. എന്നാൽ സിൻഡിക്കേറ്റിലെ ചില അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ജോസഫ് സ്കറിയയ്ക്ക് നിയമനം നൽകാതെ റാങ്ക് ലിസ്റ്റ് പുറത്തുവിടാതെ സൂക്ഷിക്കുകയായിരുന്നു. അഭിമുഖത്തിന് മുൻപ് തന്നെ റൊട്ടേഷൻ ചാർട്ട് പുറത്തുവിടണമെന്നാണ് സർവകലാശാല നിയമം. എന്നാൽ റൊട്ടേഷൻ ചാർട്ട് സർവകലാശാല ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. മലയാളം വിഭാഗം പ്രൊഫസർ നിയമനം പൂർത്തിയായാൽ മാത്രമേ റൊട്ടേഷൻ ചാർട്ട് പുറത്തുവിടാനാകൂ എന്നാണ് വൈസ് ചാൻസലർ പറഞ്ഞിരുന്നത്. ചാർട്ട് പുറത്തുവിട്ടാൽ സംവരണ റൊട്ടേഷനിലെ അട്ടിമറി പുറത്തുവരുമെന്ന് ഭയന്നാണിതെന്നായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. ഈ സാഹചര്യത്തിൽ റാങ്ക് ലിസ്റ്റ് പുറത്തുവിടാനുള്ള ഹൈക്കോടതി ഉത്തരവ് സർവകലാശാലയ്ക്ക് തിരിച്ചടിയാവുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ 2021 തന്നെ പൂർത്തിയായിട്ടും പൂർത്തിയാകാത്ത മലയാളം വിഭാഗത്തിലെ പ്രൊഫസർ നിയമനം കോടതി വിധിയോടെ ഉടനുണ്ടാകുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. റിപ്പോർട്ടർ, കോഴിക്കോട്.